ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഒക്ടോബർ മാസം 15-ാം തീയതി പരിശുദ്ധ കത്തോലിക്ക സഭ വേദപാരംഗതയായ ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. ഒക്ടോബർ മാസത്തിൽ 2 വലിയ വേദപാരംഗത തിരുനാൾ നാം ആഘോഷിക്കുന്നുണ്ട്. ഒക്ടോബർ 1 ലിസ്ബനിലെ വിശുദ്ധ കൊച്ചുത്രേസ്യയായും ഒക്ടോബർ 15 ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യയായും സഭയിലെ വേദപാരംഗതയുടെ ഗണത്തിൽപ്പെട്ട 2 സന്യാസിനികൾ, രണ്ടും കർമ്മലീത്ത സന്യാസിനി സമൂഹത്തിലെ അംഗങ്ങൾ. ക്ലോയിസ്റ്റഡ് കോൺഗ്രിഗേഷനിൽ ജീവിച്ചുകൊണ്ട് ഈശോയെ അധികമായി സ്നേഹിച്ച വലിയ വിശുദ്ധരാണ്, സന്യാസിനികളായ വിശുദ്ധരാണ് അമ്മ ത്രേസ്യയും കൊച്ചു ത്രേസ്യയും. കത്തോലിക്ക സഭ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ആ പുണ്യചരിതയുടെ ജീവിതത്തിലേക്ക് ഒന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, എന്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചിരിക്കുന്ന സന്യസ്ത വിശുദ്ധരിൽ ഒരാളാണ് വിശുദ്ധ അമ്മ ത്രേസ്യ. വിശുദ്ധ അമ്മ ത്രേസ്യ കത്തോലിക്ക സഭയ്ക്ക് അനേകം സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ദൈവിക വെളിപാടുകൾ സ്വന്തമാക്കിയ പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായി മാറിയവളാണ് വിശുദ്ധ അമ്മ ത്രേസ്യ. ഒരിക്കൽ തിരുവനന്തപുരത്ത് ഒരു പള്ളിയിൽ ധ്യാനം ചെയ്യാനായിട്ട് ഞാൻ ചെല്ലുമ്പോൾ രാവിലെ വിശുദ്ധ ബലിക്കായി ഞാൻ ചെന്നത് ഒരു OCD കർമ്മലീത്ത ആശ്രമത്തിലാണ്. ആ കർമ്മലീത്ത ആശ്രമത്തിലേക്ക് കാലെടുത്ത് വെച്ച് ദേവാലയത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ ഒരു വലിയ ചിത്രം ഇന്നും എന്റെ മനസ്സിൽ മായാതെ നിൽക്കുകയാണ്. ആവിലാൽ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ ചെവികളിലേക്ക് പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ പ്രതീകമായ പ്രാവ്, ആ പ്രാവിന്റെ ചുണ്ടുകൾ അമ്മയുടെ ചെവികളിലേക്ക് ഇങ്ങനെ ചേർത്ത് വെക്കുകയും അമ്മ വലിയൊരു തൂലികയെടുത്ത് പരിശുദ്ധാത്മാവായ ദൈവം പറഞ്ഞു കൊടുക്കുന്ന എഴുതി വെക്കുകയും ചെയ്യുന്ന ഒരു ചിത്രം എന്റെ മനസ്സിലുണ്ട്. ആ നീറിനണിഞ്ഞ കണ്ണുകളോട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത എനിക്ക് വിശുദ്ധ അമ്മ ത്രേസ്യ എന്റെ ജീവിതത്തിൽ എപ്പോഴും കൂട്ടുകാരിയായിട്ടുണ്ട്, എനിക്ക് വേണ്ടി മധ്യസ്ഥം വിളിച്ചിട്ടുണ്ട് എന്ന വലിയ ബോധ്യമുള്ളത് കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ, ഇത്തരണത്തിൽ ഈ വലിയ വിശുദ്ധിയെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. 1515 സ്പെയിനിലാണ് അവൾ പൂജാരിയായത്. 20-ാമത്തെ വയസ്സ് മുതൽ ഈ അമ്മ ത്രേസ്യ വിശുദ്ധ ജെറോമിന്റെ എഴുത്തുകൾ വായിക്കാൻ തുടങ്ങി. അതവൾക്കൊരു ഹരമായി മാറി. വിശുദ്ധ ജെറോമിന്റെ എഴുത്തുകൾ വായിക്കാൻ തുടങ്ങിയ യുവകന്യകയ്ക്ക് സന്യാസ ജീവിതത്തോട് അതിയായ ഒരു പ്രേമം തോന്നുകയും തന്റെ ജീവിതം യേശുവിന് വേണ്ടി സമർപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്ത ഒരു നിമിഷമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരുടെ കൈകളിലേക്ക് മറ്റൊരു പുസ്തകം എത്തിപ്പെടുക, വിശുദ്ധ അഗസ്റ്റിന്റെ കുംഭസാരം. ആ വലിയ പുസ്തകത്തിൽ വേദപാരംഗത വിശുദ്ധ അഗസ്റ്റിന്റെ ജീവിത ചരിത്രം വായിച്ചു തീർന്നപ്പോൾ അവരുടെ ഹൃദയത്തിൽ ദൈവസ്നേഹം ആഴമായി താണിറങ്ങി വന്നതായി അവൾ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. അവൾ ഇപ്രകാരമാണ് എഴുതി വെച്ചിരിക്കുക: ഈ പുസ്തകം വായിച്ചു തീർന്നപ്പോൾ ഈശോയെ കുറിച്ച് വലിയ ഒരു ചിത്രം എന്റെ മനസ്സിൽ രൂപപ്പെട്ടു നിൽക്കുകയാണ്. അതെന്റെ ഹൃദയത്തിൽ ഇങ്ങനെ പതിഞ്ഞിരിക്കുകയാണ്. ആ ചിത്രം ഏതെന്ന് ചോദിച്ചാൽ, കർത്താവായ ഈശോ കുരിശുമരണത്തിന് മുൻപായി ചമ്മട്ടിയടി ഏൽക്കപ്പെട്ട് കൽത്തുറങ്കിൽ ബന്ധിക്കപ്പെട്ട് മുൾമുടി അണിയപ്പെട്ട് ജനക്കൂട്ടത്തിന് നടുവിലേക്ക് എത്തപ്പെടാനായി, കുരിശുബലി പൂർത്തിയാക്കാനായി ഗാഗുൽത്തലേക്ക് കുരിശുമായി യാത്ര ചെയ്യാൻ തയ്യാറെടുത്ത മനസ്സോടെ മനുഷ്യ സ്നേഹം തുളുമ്പി നിൽക്കുന്ന ചോരയണിഞ്ഞ മുറിപ്പാടുകളുള്ള ഈശോയുടെ തിരുശരീരം, ആ തിരുസ്വരൂപം അവളുടെ ഹൃദയത്തിൽ മരണം വരെ മായാതെ കത്തി നിന്നു എന്നാണ് അവൾ എഴുതി വെച്ചിരിക്കുക. അതോടുകൂടി അവൾ വലിയൊരു തീരുമാനത്തിലേക്ക് എത്തിപ്പെട്ടു. 40-ാമത്തെ വയസ്സിൽ സ്വയം യേശുവിന് വേണ്ടി അവൾ സമർപ്പിക്കുകയാണ്. സന്യാസ ജീവിതത്തിൽ കടന്നു വന്ന അവൾ പ്രാർത്ഥന അഭ്യസിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിലും ശുശ്രൂഷകളിലുമെല്ലാം പല വിധത്തിൽ മറിച്ചും തിരിച്ചുമൊക്കെ എല്ലാവരും നമ്മോട് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായി മാറണമെന്നാണ്. പ്രാർത്ഥനയുടെ അഗാധ തലങ്ങളിലേക്ക് ഉയർന്ന വലിയൊരു വിശുദ്ധയാണ് വിശുദ്ധ അമ്മ ത്രേസ്യ. അമ്മ ത്രേസ്യയുടെ പ്രാർത്ഥന അനുഭവങ്ങൾ തന്നെ അമ്മ ത്രേസ്യ ദൈവവുമായുള്ള യൂണിയനിലേക്ക്, ഐക്യത്തിലേക്ക് എത്തിയതിനെ കുറിച്ച് നാം ചിന്തിച്ച് ധ്യാനിക്കുന്നത് വളരെ വലുതായ ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുകയാണ്. പ്രിയപ്പെട്ടവരെ,
സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ച അവൾ പ്രാർത്ഥന അഭ്യസിക്കുക എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ യേശുവുമായി സ്നേഹ സംഭാഷണത്തിലേക്ക്, ആഴപ്പെട്ട ധ്യാനത്തിലേക്ക്, മനനത്തിലേക്കൊക്കെ എത്തുകയാണ്. സാധാരണക്കാരോട് പറഞ്ഞാൽ അത് എത്രമാത്രം മനസ്സിലാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഞങ്ങളൊക്കെ സന്യാസിലേക്ക് കടന്നു വരുമ്പോൾ പ്രാർത്ഥനയുടെ പടികൾ ഓരോന്നായി വാചിക പ്രാർത്ഥന, മാനസിക പ്രാർത്ഥന, ധ്യാനാത്മക പ്രാർത്ഥന എന്ന് പറഞ്ഞ് ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ അതിന്റെ ഏറ്റവും ഉത്തമമായ പടിയിലേക്ക് എത്താൻ ശ്രേഷ്ഠവും നമ്മെ പരിശീലിപ്പിക്കുന്നതുമായ ഒരു പ്രാർത്ഥനയാണ് കണ്ടംപ്ലേഷൻ ലെവൽ എന്ന് പറയുക. അതായത് മാനസിക ഐക്യമാണ്. എന്റെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവുമായി ഒന്നിക്കുന്ന ഒരു യൂണിയൻ, ഒരു മറ്റൊരു തലമാണ്. ഈ ലോകത്തിൽ തന്നെ ഓരോ മനുഷ്യാത്മാവും പ്രാർത്ഥനയിൽ ആത്മാവിന്റെ ആഴങ്ങളിൽ ദൈവത്തെ കണ്ടുമുട്ടണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഈ വിശുദ്ധിയുടെ ജീവചരിത്രങ്ങളും വിശുദ്ധിയുടെ സ്വർഗം തരുന്ന വെളിപാടുകളും പ്രാർത്ഥനയെക്കുറിച്ചുള്ള വലിയ ജ്ഞാനോക്തികളുമൊക്കെ വായിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും മനസ്സിലാകും. പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങളോട് പറഞ്ഞു വെക്കുക. പ്രാർത്ഥന മാത്രം ആയുധമാക്കി മാറ്റിയിരിക്കുന്ന നമ്മളിൽ പലർക്കും പ്രാർത്ഥന ഒരു വാചിക പ്രാർത്ഥനയായി മാത്രമല്ല, ഒരു മാനസിക പ്രാർത്ഥനയായി മാത്രമല്ല, മറിച്ച് ഭൂമിയിൽ ദൈവത്തെ അനുഭവിക്കുന്ന, ദൈവത്തെ ധ്യാനിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് ഈ വലിയ വിശുദ്ധിയെ കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ വിശുദ്ധിയുടെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ആർക്കെങ്കിലുമൊക്കെ പ്രാർത്ഥനയുടെ അഗാധ തലങ്ങളിലേക്ക്, ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാണ്. പ്രിയപ്പെട്ടവരെ, ഈ അമ്മ ത്രേസ്യ തന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ചെറുപ്പത്തിൽ ഒരുപാട് രോഗിയായിരുന്നു. അമ്മ ത്രേസ്യയുടെ ജീവിതത്തിൽ മരണം വരെ പലവിധ രോഗങ്ങൾ അവളെ അലട്ടിക്കൊണ്ടിരുന്നു. അവൾ ഒരിക്കലും പൂർണ്ണ ആരോഗ്യവതി ആയിരുന്നില്ല. എന്നാൽ ഒരിക്കൽ വലിയ രോഗം വന്ന് മരിച്ചു, വീട്ടുകാർ ഡെഡ് ബോഡി കൊണ്ടുപോകാനായിട്ട് വരുന്ന സമയം, അന്നൊക്കെ ഇന്നത്തെ ഇപ്പോൾ ടെക്നിക്കുകളൊന്നുമില്ല, മരണം ഉറപ്പാക്കാൻ ടെക്നിക്കുകളൊന്നുമില്ല. അപ്പോൾ മരിച്ചു എന്ന് ബോധ്യപ്പെട്ട് നിൽക്കുമ്പോൾ അവസാനമായി ചെയ്യുക, രണ്ട് കണ്ണിലും മെഴുക് ഉരുക്കി ഒഴിക്കുക എന്നാണ്, കണ്ണിന്റെ പോളയിൽ. അപ്പോൾ അല്പമെങ്കിലും ജീവൻ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ശരീരം അനങ്ങും. അതാണ് അന്ന് ഉണ്ടായിരുന്ന ഒരു ടെക്നിക്ക്. അത്രമാത്രം അമ്മ ത്രേസ്യയുടെ ജീവിതം മരണത്തോട് അടുത്ത് ഈ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോയപ്പോൾ ദൈവം ജീവൻ തിരിച്ചു കൊടുത്ത് കർത്താവിന്റെ പ്രിയപ്പെട്ട മണവാട്ടിയായി ജീവിച്ച ഈ കർമ്മലീത്ത സന്യാസിനി പ്രാർത്ഥനയുടെ ആഴപ്പെട്ട ആധ്യാത്മികതയിലേക്ക്, അമ്മ ത്രേസ്യയുടെ വലിയൊരു പുസ്തകമാണ് ആഭ്യന്തര കർമ്മ്യം എന്ന് പറയും. വലിയ പേര് കേട്ടൊരു പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ പ്രാർത്ഥനയുടെ 7 പടികളെ കുറിച്ച്, മനുഷ്യാത്മാവ് ദൈവാത്മാവുമായി എത്തിപ്പെടേണ്ട സ്പിരിച്വൽ മാരേജിനെ കുറിച്ച്, ആധ്യാത്മിക വിവാഹത്തെ കുറിച്ച്, ദൈവത്തോടൊത്തുള്ള സ്വർഗീയ അനുഭവത്തെ കുറിച്ചൊക്കെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അമ്മ ത്രേസ്യയുടെ ജീവിതത്തിൽ അതിമനോഹരമായ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അമ്മ ത്രേസ്യ തന്റെ ജീവിതം എപ്പോഴും പ്രാർത്ഥനയിൽ ആഴപ്പെടുത്തിയിരുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്നും എന്താണ് പ്രാർത്ഥനയെന്നും ഒക്കെ അമ്മ ത്രേസ്യയ്ക്ക് കർത്താവ് പറഞ്ഞു കൊടുക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരിക്കല് അമ്മ ത്രേസ്യ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ജോലി ഏത് പാത്രമാണ് കയ്യിലിരിക്കുന്നത് അത് വെച്ച് തന്നെ ഇങ്ങനെ സ്വർഗത്തിലേക്ക്, ആകാശത്തിലേക്ക് ശരീരം ഉയർത്തപ്പെടുകയാണ്. ഒരു എലിവേഷൻ നടക്കുകയാണ്. അവളുടെ ശരീരം ഇങ്ങനെ ഉയർന്നു നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അവൾ ദൈവിക സ്നേഹത്തിന്റെ മധുരമയിൽ പൊതിഞ്ഞു നിൽക്കുന്നതായി, ഡിവൈൻ ലവ് അവളെ ആവസിച്ചിരിക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും. ഈ ലോകവുമായുള്ള ബന്ധം മറന്ന് ദൈവത്തോട് ഒന്നിച്ചിരിക്കും. ധ്യാനത്തിന്റെ അവസാന പടിയാണ് അത്. എക്സ്റ്റസിയോ അല്ലെങ്കിൽ ഹാലുസിനേഷൻ ഒന്നുമല്ല, മറ്റൊരു ആധ്യാത്മിക അവസ്ഥ, മിസ്റ്റിക്കാണ് അമ്മ ത്രേസ്യ. നമ്മളൊക്കെ എത്തേണ്ടതാണ് ഈ മിസ്റ്റിസിസത്തിലേക്ക്. മിസ്റ്റിസിസം എന്ന് പറയുന്നത് ഈ ലോകത്ത് തന്നെ ദൈവത്തെ അനുഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണിത്. ആ മിസ്റ്റിസിസത്തിലേക്ക് എത്തിപ്പെടുവാൻ സ്വർഗം നമ്മളെ ക്ഷണിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആഗ്രഹിക്കണം. ആഗ്രഹിച്ചാൽ എനിക്കും നിങ്ങൾക്കും അത് കിട്ടും. അമ്മയുടെ ജീവിതത്തിൽ അത്രമാത്രം ദൈവസ്നേഹത്തിന് നിറവുണ്ട്. റോമില് അമ്മ ത്രേസ്യയെ കുറിച്ചുള്ള ഒരു വലിയ പിക്ചർ, ഒരു മാർബിൾ പിക്ചർ, മാർബിൾ കൊത്തിയൊഴിക്കുന്ന ഒരു ശില്പം ഉണ്ട് അവിടെ. അത് ഇപ്രകാരമാണ്: അമ്മ ത്രേസ്യ ഇങ്ങനെ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ലഹരിയിൽ ഇങ്ങനെ ഉയർത്തപ്പെടുമ്പോൾ ഒരു ഏഞ്ചൽ വന്ന് ഒരു അമ്പ് കൊണ്ട് അവരുടെ ഹൃദയം കുത്താനായി നിൽക്കുന്നതാണ് ആ പിക്ചർ.
അതിന്റെ അർത്ഥങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ദൈവസ്നേഹ ലഹരിയിൽ സ്വർഗത്തിലേക്ക് തന്റെ ആത്മാവിനെ ഉയർത്തി, അതോടൊപ്പം തന്നെ പാപമില്ലാത്ത ശരീരം ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഈ സമയത്ത് വിശുദ്ധിയിൽ ദൈവസ്നേഹ ലഹരിയിൽ നിൽക്കുമ്പോൾ ആ ആരോ കൊണ്ട് അവരുടെ ഹൃദയം ഡിവൈൻ ലവ് കൊണ്ട് മുറിയപ്പെടുന്നു എന്നാണ് അതിന്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നിങ്ങളോട് പറയുമ്പോൾ എത്രമാത്രം ഇത് ഗ്രഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും നമുക്ക് പരിശുദ്ധാത്മാവിനോട് ചോദിക്കാം, ഇത് നിങ്ങളോട് പറയാൻ ദൈവ പ്രേരണ എനിക്ക് തന്നിട്ടാണ് ഞാനിത് പറയുക. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കുന്നവരായി മാറണം. ലഹരിയിൽ എല്ലാം മറന്ന് പ്രാർത്ഥിക്കാൻ ഒരു കൃപ. പ്രതിസന്ധിയിലെ പ്രശ്നങ്ങൾ, ഒത്തിരി സഹനങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മ ത്രേസ്യയുടെ ഒരു വലിയ പ്രചോദനം എന്ന് പറയുക ഒന്നുകിൽ സഹിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നതായിരുന്നു അമ്മ ത്രേസ്യയുടെ ഒരു ചിന്താഗതി. സഹിക്കുക അല്ലെങ്കിൽ മരിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ അമ്മ ത്രേസ്യ നമ്മൾക്ക് 10 വലിയ പാഠങ്ങൾ അല്ലെങ്കിൽ വലിയ അനുഗ്രഹങ്ങൾ കത്തോലിക്ക സഭയിലേക്ക് സ്വർഗത്തിൽ നിന്ന് തന്റെ ജീവിതം വഴി മേടിച്ചു തന്നിട്ടുണ്ട്. വേദപാരംഗതയായ അമ്മ ത്രേസ്യയുടെ ടീച്ചിങ്ങുകൾ വളരെ വളരെ വലുതാണ്. അപ്പോൾ അമ്മ ത്രേസ്യയുടെ ജീവിതത്തിലേക്ക് ആഴപ്പെട്ടിറങ്ങുന്ന ഏതൊരു വ്യക്തിക്കും ആദ്യം മനസ്സിലാകുക അവൾ പ്രാർത്ഥനയ്ക്ക് കൊടുത്ത ഒരു ഇമ്പോർട്ടൻസ് ആണ്. ഇപ്പോൾ അവൾ പറയുന്നത് ഇപ്രകാരമാണ്: പ്രാർത്ഥന ഉപേക്ഷിക്കില്ല ഞാൻ ഒരിക്കലും. ഞാനെന്ന വ്യക്തി പ്രാർത്ഥന ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്ന ഒരു ഉറച്ച തീരുമാനമാണ് പ്രാർത്ഥനയുടെ ഉത്തുംഗ പടിയിലേക്ക് എത്താൻ ഒരു വ്യക്തിക്ക് ആദ്യം വേണ്ടത്. എന്താണ്? ഞാനെന്ന വ്യക്തി പ്രാർത്ഥന ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്ന ഒരു ഉറച്ച തീരുമാനമാണ് പ്രാർത്ഥനയുടെ ഉത്തുംഗ പടിയിലേക്ക് കയറാൻ ആരൊക്കെ ആഗ്രഹിക്കുന്നു അവർ ഓരോരുത്തരും എടുക്കേണ്ട ഒരു തീരുമാനം. രണ്ടാമത്തെ കാര്യം, അമ്മ ത്രേസ്യയ്ക്ക് ആണ് സഭയിൽ പ്രാർത്ഥനയെ കുറിച്ച് ഏറ്റവും ശ്രേഷ്ഠമായ എന്നാൽ വളരെ സിമ്പിളായ ഒരു നിർവചനം അമ്മ ത്രേസ്യയാണ് തന്നിരിക്കുന്നത്. അവൾ ഇപ്രകാരമാണ് പറയുക: എന്നെ സ്നേഹിക്കുന്നുവെന്ന് എനിക്ക് അറിയാവുന്നവന്റെ അടുക്കൽ അല്പനേരം സ്വസ്ഥമായി ഇരിക്കുന്നതാണ് പ്രാർത്ഥന. ശ്രദ്ധിക്കണം, എന്നെ സ്നേഹിക്കുന്നുവെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുള്ളവന്റെ അടുക്കൽ അല്പനേരം ഞാൻ സ്വസ്ഥമായി ഇരിക്കുന്നതാണ് പ്രാർത്ഥനയെന്ന്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ എന്റെയും നിങ്ങളുടെയും പ്രാർത്ഥന എത്തരത്തിലാണ് എന്ന് ചിന്തിക്കാനാണ് സ്വർഗം ഈ ഒരു അവസരം നമുക്ക് തരിക. പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോ, കൈകൾ കൂട്ടിപ്പിടിക്കുമ്പോ, നടക്കുമ്പോ, നിൽക്കുമ്പോ, അവനെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ ആദ്യം മനസ്സിലേക്ക് വരണം: എന്നെ സ്നേഹിക്കുന്നവൻ അതെനിക്കറിയാം, അവന്റെ അടുക്കലാണ് ഞാൻ ഇരിക്കുക. ഇനി അമ്മ ത്രേസ്യ പറയും, പ്രാർത്ഥിക്കുന്നത് നീ ഈശോയുടെ സ്നേഹം അനുഭവിക്കുന്നതാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന എന്ന് പറയുക ഈശോയുടെ സ്നേഹം അനുഭവിക്കുന്നത്, ഈശോയുടെ സ്നേഹിതയായി, ഈശോയുടെ സ്നേഹിതനായി മാറുന്നതാണ്. ഈശോ പറഞ്ഞില്ലേ ശിഷ്യന്മാരോട്, ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. അമ്മ ത്രേസ്യയുടെ ഒരു വചനം, അമ്മയെ സ്വാധീനിച്ചൊരു വചനം മത്തായി 5:48 നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കും. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങൾ പരിപൂർണരായിരിക്കും. പ്രാർത്ഥനയുടെ പരിപൂർത്തിയിലേക്ക് എത്തുവാനൊരു ക്ഷണമാണ് വിശുദ്ധ അമ്മ ത്രേസ്യയുടെ ജീവിതത്തിലൂടെ സഭ നമുക്ക് തരിക. വീണ്ടും നമുക്കറിയാം, പരിശുദ്ധമായ ഈ പ്രാർത്ഥനയിൽ വളരുവാൻ അമ്മ ത്രേസ്യ ഏറ്റവും അധികം സഹായിച്ചത് പരിശുദ്ധാത്മാവാണ്. അപ്പൊ അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ സഹായം തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുണ്ട് എന്നാണ് അമ്മ ത്രേസ്യ പറയുക. പരിശുദ്ധാത്മാവാണ് നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. അപ്പോൾ പ്രാർത്ഥിക്കണ ഒരു ആഗ്രഹം നമുക്ക് വേണം. സ്നേഹിക്കുന്നവന്റെ അടുക്കലായിരിക്കണം. ഈശോയുടെ സ്നേഹം അനുഭവിക്കാനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്നൊരു ചിന്ത നമുക്ക് വേണം. ആവശ്യങ്ങൾ നിറവേറ്റാനല്ല പ്രാർത്ഥിക്കണത്, മറിച്ച് ഈശോയുടെ സ്നേഹം അനുഭവിക്കാനാണ്. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കുക പരിശുദ്ധാത്മാവാണ്, എന്റെ കഴിവല്ല എന്നൊരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാവണം. വീണ്ടും പ്രാർത്ഥന എന്ന് പറയുക, അമ്മ ത്രേസ്യ പറയും, ഈശോയുടെ സഹനങ്ങളിലുള്ള ഒരു പങ്കുചേരലാണ് എന്ന്. ഈശോയുടെ പാഷൻ, ഈശോയുടെ പീഡാനുഭവങ്ങളിലുള്ള സ്നേഹപൂർവകമായ പങ്കുചേരൽ. അപ്പോൾ എങ്ങനെയാണ്? ഈശോയുടെ അടുത്ത് പോയിരുന്ന് അവന്റെ മുറിവേറ്റ ശരീരത്തെ കണ്ട് സ്നേഹിച്ചുമ്പ വെച്ച് അവനെ ആരാധിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ട. അങ്ങനെയെങ്കിൽ കുരിശിന്റെ വഴി ചൊല്ലി ധ്യാനിക്കുക ഈ ലോകത്തിൽ ഏറ്റവും വലിയ പ്രാർത്ഥനകളിൽ ഒന്നാണ് എന്ന് എനിക്ക് തോന്നുകയാണ്. വീണ്ടും പ്രാർത്ഥനയിൽ വളരാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളോടായി അമ്മ ത്രേസ്യ പറയുകയാണ്, നമ്മൾ ആരും എങ്ങും എത്തിയിട്ടില്ല. പ്രാർത്ഥനയിലേക്ക് വളരാനായി ആഗ്രഹിക്കുന്നവരാണ് ശ്രമിക്കുന്നവർ. നമുക്ക് എപ്പോഴും ഒരു
സ്പിരിച്വൽ ഡയറക്ഷൻ വേണം, ഒരു ആത്മീയ ഒരു ഡയറക്ഷൻ. നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവിൻ. ഒരു സ്പിരിച്വൽ ഗൈഡൻസ് നമുക്ക് വേണം. ഒന്നുകിൽ കുമ്പസാരിക്കുന്ന ആളായിരിക്കണം, നമ്മൾ ആരാണോ കുമ്പസാരിക്കുന്ന ആ വൈദികരായിരിക്കണം, അല്ലെങ്കിൽ നമുക്കറിയാവുന്നതുപോലെ നമ്മളെ നയിക്കും, തെറ്റിലേക്ക് കൊണ്ടുപോകാതെ ആത്മീയ മേഖലയിൽ അനുഭവ സമ്പത്തുള്ളവരുടെ അടുക്കൽ പോയി നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം വളരുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇങ്ങനെ ഇതെല്ലാം നടത്തുമ്പോഴും പ്രാർത്ഥനയിൽ ഒരു വ്യക്തി വളരുന്നുണ്ടെങ്കിൽ തിന്മ പറിച്ചു മാറ്റപ്പെടും, നന്മ വളരാൻ തുടങ്ങും. ഇതാണ് പ്രാർത്ഥനയിൽ ഒരു വ്യക്തി വളരുന്നുണ്ടോ എന്ന് നോക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ആ വ്യക്തിയിൽ നിന്ന് തിന്മ മാറിക്കൊണ്ടിരിക്കും, നന്മ ഒപ്പം വളർന്നുകൊണ്ടിരിക്കും. കളകൾ പറിച്ചെടുക്കപ്പെടും, വിത്തുകൾ വിതയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥന വളരാൻ ആഗ്രഹിക്കുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. അങ്ങനെ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് ദൈവീക വെളിപാടുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കിട്ടാൻ തുടങ്ങുക. അപ്പോൾ പ്രാർത്ഥനയിലുള്ള ആ ഒരു ദൈവീക വെളിപാട് നമുക്ക് കിട്ടുന്നതെല്ലാം ഈ നന്മയിൽ വളരാൻ തുടങ്ങുന്നത് പരിശുദ്ധാത്മാവ് സഹായിച്ചു. നമ്മൾ ഓരോ നിമിഷവും നല്ല വഴികളിലൂടെ യാത്ര ചെയ്യാൻ തുടങ്ങി. ഗൈഡൻസിലൂടെ യാത്ര ചെയ്യുമ്പോൾ വെളിപാടുകൾ നമുക്ക് കിട്ടുകയാണ്. അങ്ങനെ കിട്ടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ത്യാഗത്തിന് പ്രാധാന്യം ഉണ്ടാവുക. വെളിപാടുകൾ കിട്ടുമ്പോൾ നമ്മൾ കൂടുതൽ നമ്മളെ തന്നെ ത്യാഗത്തിലേക്ക് കൊണ്ടുവരികയാണ്. വീണ്ടും വീണ്ടും ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുന്ന പ്രേരണയാണ് ത്യാഗം ചെയ്ത് ഉപവാസം എടുക്കുക, സ്വയം പരിത്യജിക്കണം. അതാണ് ആ സ്റ്റെപ്പ്. എവിടെയാണ് സ്വയം പരിത്യജിക്കൽ? കുരിശെടുത്ത് എന്നെ അനുഗമിക്കുക. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ സ്വയം പരിത്യജിച്ച് തന്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് ഈശോ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ പരിത്യജിക്കപ്പെടലിന്റെ ഒരു അനുഭവം, സ്വയം പരിത്യാഗം ഏറ്റെടുക്കുന്ന ഒരു അനുഭവം. ഇനി ഇതിനെല്ലാം അപ്പുറത്ത് പ്രാർത്ഥനയിൽ വളരാൻ നമ്മെ ഏറ്റവും അധികം സഹായിക്കുന്ന അമ്മ ത്രേസ്യ പറഞ്ഞു വെക്കുന്ന രണ്ട് വ്യക്തികളാണ് വിശുദ്ധ യൗസേപ്പ് പിതാവും പരിശുദ്ധ കന്യകാമറിയവും. പ്രിയപ്പെട്ടവരെ, സ്വപ്നത്തിൽ ദർശനങ്ങൾ സ്വീകരിച്ച വിശുദ്ധ യൗസേപ്പ് പിതാവും ജീവിതത്തിൽ അനുദിനം ധ്യാനിച്ച് ഈശോയോടൊപ്പം യാത്ര ചെയ്ത പരിശുദ്ധ കന്യകാമറിയവും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രാർത്ഥനയിൽ വളരാൻ നമ്മെ ഏറ്റവും അധികം സഹായിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഓഗസ്റ്റ് മാസം 15-ാം തീയതി അമ്മ ത്രേസ്യ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഒറ്റ ഒരു കാര്യം നമുക്ക് ചോദിച്ച് പ്രാർത്ഥിക്കാം. ചുമ്മാ ഉള്ള പ്രാർത്ഥനകൾക്ക് അപ്പുറത്തേക്ക് എന്നെ സ്നേഹിക്കുന്നവന്റെ അടുക്കൽ, എന്നെ സ്നേഹിക്കുന്ന എനിക്ക് ബോധ്യമുള്ളവന്റെ അടുക്കൽ ഇരുന്ന് അവന്റെ സഹനങ്ങളിൽ പങ്കുചേർന്ന് അവനെ ഒന്ന് സ്നേഹിച്ചുകൊണ്ട് തിന്മയെ തൂത്തെറിഞ്ഞ് നന്മയെ വളർത്തി വെളിപാടുകൾ നിറഞ്ഞ് സ്വയം പരിത്യജിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ സ്നേഹത്തിലേക്ക് ഈ ഭൂമിയിൽ ദൈവാനുഭവത്തിലേക്ക് വളരാൻ ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതിന് ഈ വലിയ വിശുദ്ധ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഈശോ സ്നേഹത്തിലേക്ക് വളരാൻ പ്രാർത്ഥനയ്ക്കാനുള്ള വലിയൊരു തീഷ്ണത, പ്രാർത്ഥന വളരാനുള്ള തീഷ്ണത, ആഴപ്പെട്ട ആത്മാവിന്റെ സ്പർശനവും ആത്മസംഭാഷണത്തിലേക്കും എത്തിപ്പെടാൻ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതിനുള്ള കൃപ ദിവ്യകാരുണ്യനാഥനോട് ചോദിക്കാം. നമുക്ക് ഒരുമിച്ച് മുട്ടുകുത്താം ഈശോയുടെ മുമ്പിൽ. ദിവ്യകാരുണ്യനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.